ഇന്ന് ഞാൻ കണ്ട ഒരു പത്രവാർത്ത എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളോടൊന്ന് പറയണമെന്ന് വിചാരിക്കുന്നു ഞാൻ കേട്ടോ. 16 വയസ്സായൊരു പെൺകുട്ടി കാണാനില്ല. പെൺകുട്ടിയെ കാണാനില്ല. ഈ കഴിഞ്ഞ ദിവസം രാത്രി ഒരു 10:30 കൂടിയിട്ടാണ് സംഭവം നടക്കുന്നത്. ഒരു കാര്യം പറയട്ടെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഒരു ലൈക്കും ഒരു കമൻറ്റും ഒക്കെ തരണേ. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കും. 16 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിൽ കൂടി പരിചയപ്പെട്ട ഒരു പയ്യൻ്റെ കൂടെ ഈ കഴിഞ്ഞ ദിവസം രാത്രി ഒരു 10:30 ആയപ്പോൾ ഇറങ്ങിപ്പോയി. ഇന്ന് വൈകുന്നേരം വരെ കണ്ടു കിട്ടിയതായിട്ടുള്ള അറിവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പോയി കഴിഞ്ഞപ്പം ബന്ധുക്കളെ വിളിച്ചിട്ട് പൈസയൊക്കെ ചോദിച്ചെന്ന് പറയേണ്ട ഈ പെൺകുട്ടി. 2 പേര് കൂടിയിട്ടാണ് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത്. ആ പയ്യനും, അതായത് വിളിച്ച് സംസാരിച്ച് ബന്ധം പുതുക്കിയ ആ പയ്യനും അവൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ കൂടി കാറിൽ വന്നിട്ട് കയറ്റിക്കൊണ്ടുപോയി. മലയാളിയാണോ തെലുങ്കനാണോ കന്നഡക്കാരനാണോ ബംഗാളിയാണോ ഒന്നും നമുക്കറിയില്ല. കുട്ടീനെ കാണാനില്ല. അപ്പോൾ ഈ 10:30 ഇപ്പോൾ വണ്ടി വന്ന് നിന്നത് ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. കയറ്റി കൊണ്ടുപോയി. ഒരറിവുമില്ല. ബന്ധുക്കളെ വിളിച്ചിട്ട് സാമ്പത്തികം ചോദിച്ചു ഈ പെൺകുട്ടിയെ കൊണ്ട് ചോദിപ്പിച്ചതായിരിക്കാം. കുറച്ച് വർഷം മുമ്പ് ഇതുപോലെ തന്നെ യൂട്യൂബിൽ ഞാനൊരു വീഡിയോ കണ്ടു. ഒരു ചെളി നിറഞ്ഞ പ്രദേശം, ഒരു കുറച്ച് സ്ഥലം, അതിൻ്റെ നടുക്ക് ഇങ്ങനെ ചെളിക്കുഴിയാണ്. ആ ചെളിക്കുഴിയിൽ ഒരു മലയാളി പെൺകുട്ടി വിരൽ പോലെ ഇരിക്കുന്നു. ഭക്ഷണം കഴിച്ചിട്ട് കുറേ നാളുകളായ ഒരു കുട്ടി. അതിനെ ഒരുത്തൻ, അവനും ഈ ബംഗാളികൾക്ക് വലിയ സൈസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അങ്ങനെ ഒരുത്തൻ ഇട്ടുതൊഴിക്കുക. ഈ കുട്ടി അമ്മേന്ന് പറഞ്ഞ് കരയുക. സൗണ്ട് ഇടാനുള്ള ആ ഒരു കപ്പാസിറ്റി പോലും ഈ പെൺകുട്ടിക്കില്ല. നിങ്ങളാരെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോ. മനസ്സിൽ നിന്ന് പോണില്ലേ? അപ്പോൾ ആ നാട്ടുകാരായിട്ടുള്ള മലയാളീസല്ല, കുറേ ആളുകൾ ഇങ്ങനെ ചുറ്റും നിൽക്കുന്നുണ്ട്. ഈ ചെളിക്കുഴിയുടെ ചുറ്റും നിൽക്കുന്നുണ്ട്. ഈ പെണ്ണിനെ അവൻ തൊഴിച്ചെറിയുക ചെളിക്കുഴിക്കകത്തേക്ക്. പിന്നെ ഡ്രസ്സിലൊക്കെ പിടിച്ച് പൊക്കി എടുത്തിട്ട് അടിക്കുക. അമ്മേന്നുള്ളൊരു നിലവിളി മാത്രം. ഇതുപോലെ ചാടിപ്പോയ കേസായിരിക്കും. ഈ കഴിഞ്ഞ ദിവസം, ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ, ഇന്നത്തെ പത്രത്തിലാണ് വാർത്ത വന്നത്. പോയൊരു കുട്ടി ജനിച്ച് വളർത്തി കാലോ വളരുന്ന കയ്യോ വളരുന്നത് എന്ന് വിചാരിച്ച് വളർത്തി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഒരു ഫോണും കൂടി സ്വന്തമായി കിട്ടിയപ്പോൾ ഒരുത്തനെ വിളിക്കാനും സംസാരിക്കാനും അവൻ്റെ കൂടെ ബന്ധം പുലർത്താനും അവനൊരു രാത്രി വന്ന് വിളിച്ചപ്പോൾ ഇറങ്ങിപ്പോവാനും തയ്യാറായി. ഒന്നും പറഞ്ഞു കൊടുത്തല്ലേ ഇതുങ്ങളൊന്നും വളർത്തുന്നത്? അപ്പനും അമ്മയ്ക്കും അവരുടെ തോന്നിവാസം പോലെയാണോ? ഇന്നത്തെ കാലത്ത് മക്കൾക്ക്, ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ആരും ഒന്നും പറഞ്ഞു തരാനുണ്ടായില്ല. ഇന്നത്തെ പോലുള്ള തോന്നിവാസങ്ങളുമില്ല. ഒരു TV ഇല്ല കുടുംബത്തിൽ, ഒരു ഫോണില്ല കുടുംബത്തിൽ. വല്ലപ്പോഴും ഒരിക്കൽ സിനിമ കാണാൻ പോകും തിയേറ്ററിൽ. ഇതൊക്കെയാണ് അന്നത്തെ ഓരോ വിനോദങ്ങൾ. പിന്നെ ആട് മേയ്ക്കാനും പശുവിനെ തീറ്റാനും പശുവിന് പുല്ല് ഉണ്ടാക്കാനും, സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഓടുക തോട്ടത്തിലേക്ക്, വല്ലവരുടെ തോട്ടത്തിലേക്ക് പുല്ലുണ്ടാക്കാൻ വേണ്ടി പശുവിന് കൊടുക്കുക, അല്ലെങ്കിൽ ആടിനെ അഴിച്ചുവിട്ട് പോവുക. ഇന്ന് അതൊന്നുമല്ല. ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതായി ലോകം. മാതാപിതാക്കൾ പറഞ്ഞാൽ മക്കളെ അനുസരിക്കുന്നുണ്ടോ? എവിടെ അനുസരിക്കണോ? ഈ മക്കൾ പറയുന്നത് ഇന്ന് മാതാപിതാക്കളെ അനുസരിക്കുക. അതാണ് കാലം. അപ്പോൾ ഇങ്ങനെ പോകാൻ വേണ്ടി മുട്ടി നിൽക്കുന്ന പെൺകുട്ടികൾ ഇനിയുണ്ടെങ്കിലും അവരൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുക. 10 മാസം ചുമന്ന് പ്രസവിച്ച്, എങ്ങനെ പ്രസവിച്ചു? നൊന്ത് പ്രസവിച്ചു. ഈ ചക്കക്കുരു ഇങ്ങനെ പാട കളയുന്ന പോലെ അല്ല പ്രസവം. അങ്ങനെ കഷ്ടപ്പെട്ടൊരു കുഞ്ഞിനെ പ്രസവിച്ചെടുത്ത് ഈ 10 മാസം ചുമന്ന് നടക്കുമ്പോൾ അമ്മയ്ക്ക് സുഖമാണോ? അങ്ങനെ ഒരു കുഞ്ഞിനെ കയ്യിൽ കിട്ടി. കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും കുറേയൊക്കെ ബുദ്ധിമുട്ടൊക്കെ മക്കൾ അനുഭവിച്ചിട്ടുണ്ടാവാം. അതൊക്കെ അങ്ങനെയാണ് അന്നത്തെ കാലത്ത് ജീവിതങ്ങളൊക്കെ. ഇന്നും എല്ലാ കാരണന്മാരും എല്ലാ മാതാപിതാക്കളും സുഖ സന്തോഷത്തിലാണോ ജീവിച്ചു വരുന്നത്?
ആ കൂടെ വേണം മക്കളും വളരാൻ. എന്നിട്ട് ഇവർക്ക് ഈ അപ്പനും അമ്മയ്ക്കും ഒരു കൈത്താങ്ങാവണം മക്കൾ. അല്ലാതെ ഒരു മൊബൈൽ ഫോൺ എങ്ങനെയൊക്കെ വഴക്കും മക്കാനുണ്ടാക്കി മേടിച്ചെടുത്തിട്ട് ഈ കണ്ണി കണ്ട ആണുങ്ങളൊക്കെ വിളിക്കാനും രാത്രിയിൽ അവരുടെ കൂടെ ഇറങ്ങിപ്പോവാനും. ആ പെൺകുട്ടിക്ക് ഇപ്പോൾ സുഖം തോന്നുന്നുണ്ടോ? പട്ടുമത്തേലത് കിടക്കണത്. വെറുതെ അവനവൻ്റെ ജീവിതം നശിപ്പിക്കണ്ട. അതേപോലെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളുള്ള അമ്മമാർ ഇറങ്ങിപ്പോണു പെണ്ണുങ്ങൾ. തോന്നിവാസം പോകുക ആരെങ്കിലുമൊക്കെ കൂടെ. ഇത്തരം വാർത്ത കണ്ടാൽ ഞാൻ അപ്പം തട്ടി മാറ്റും. ഇപ്പം ആ കുഞ്ഞിൻ്റെ 1.5 വയസ്സുള്ള കുട്ടിയില്ലേ, ഞാനൊരൊറ്റ വാർത്ത അതിൻ്റെ കാണുകയും കാര്യം അറിഞ്ഞു ഫസ്റ്റിൽ തന്നെ. അതിനുശേഷം എനിക്ക് ആ വാർത്ത കാണാനോ അത് കേൾക്കാനോ പറ്റിയിട്ടില്ല.